ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് നൈറ്റി തയ്ക്കുന്നതെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കട്ടിങ് കാണിച്ചിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ മുകളിൽ തെളിഞ്ഞു വരുന്ന ഈ ഐ ബട്ടൺ ഒന്ന് തൊട്ടാൽ മതി, നേരെ ആ വീഡിയോയിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ യോക്ക് പാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാൻവാസ് വെച്ചാണ് ഞാൻ നെക്ക് തയ്ക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്ക് കട്ട് ചെയ്തിട്ട് വേറെ തുണി വെച്ചിട്ട് തയ്ച്ച് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നല്ല ഫിനിഷിങ് കിട്ടും ഇതുപോലെ ചെയ്താൽ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഒരു കാര്യം മറന്നുപോയി, നമ്മൾ താഴെ പടി വെക്കാനുണ്ടായിരുന്നു. അത് വെച്ചിട്ട് വേണമായിരുന്നു ഇത് തയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തപ്പോൾ അത് വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഈ പടി ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പടി ഇങ്ങനെ വെക്കുന്നതേ ഉള്ളൂ. ഓപ്പൺ അല്ല. ഓപ്പൺ വെച്ചിട്ടുള്ളത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യുന്ന കാണിച്ചു തരാം. ഇതാകുമ്പോൾ ചെറിയ റേറ്റിന് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ കസ്റ്റമേഴ്സിന് ഓപ്പൺ വെച്ച് വേണം എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ നടുക്ക് ഭാഗത്തായിരുന്നു വെക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് തൽക്കാലം ഇത് വെക്കുകയാണ്. ആദ്യം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം നെക്ക് തയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അതേപോലെ തന്നെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം ലോക്ക് ചെയ്ത് ഇതേപോലെ നമ്മൾ തയ്ച്ചെടുത്തു. ഇനി ബാക്കി വശം നമുക്ക് ഓൾറെഡി ഇപ്പം നമ്മൾ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഭാഗവും കൂടെ ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ഞാൻ പതിച്ച് തയ്ക്കും. സമയമുണ്ടെങ്കിൽ മതി പതിച്ച് തയ്ക്കുന്നത്. അല്ലെങ്കിൽ ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ചിനേക്കാളും കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി നമുക്കിതുപോലെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പടി ഞാൻ മാറ്റിയിട്ടിട്ട് നെക്ക് ചുറ്റും നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കാം. കറക്റ്റ് മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ഒന്നെങ്കിൽ ഒരു 2.5 ഇഞ്ച് ഇങ്ങോട്ട് നീക്കാം. അതല്ലെങ്കിൽ ഇതാ ഒരു കൈവിരലിൻ്റെ നീളത്തിൽ നമുക്ക് ഇങ്ങോട്ട് നീക്കി ഞൊറിവിട്ട് കൊടുക്കാം. ഇതാ കറക്റ്റ് ഒരു കൈവിരലിൻ്റെ നീളത്തിൽ ഞൊറിവിടാം. ഇവിടെ മുതൽ നമുക്ക് ചെറിയ ചെറിയ ഞൊറിവാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 4 എണ്ണം ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഞൊറിവിടാം. ഞാൻ ഔട്ട് സൈഡിലേക്ക് ഞൊറിവ് നിൽക്കുന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ എല്ലാ നൈറ്റിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതായത് അകത്തേക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് കൂടുതൽ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഞൊറിവ് വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 4 ഞൊറിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കറക്റ്റ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. താഴ്ഭാഗത്തിന് ആം ഹോളിൻ്റെ നമ്മൾ ബാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് തയ്ക്കരുത് കേട്ടോ. അതിങ്ങനെ പുറത്തേക്ക് കിടക്കണം. അടുത്ത വശവും ഇതേപോലെ തന്നെ നമുക്ക് ഞൊറിവിട്ട് കൊടുക്കാം. ഇത്രയും നീളത്തിൽ മാർക്ക് ചെയ്തു. ബാക്കിയുള്ള ഭാഗം നമ്മൾ ഞൊറിവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പുറത്തെ എത്രയാണോ ഞൊറിവിട്ടത് അതേപോലെ തന്നെ മറ്റേ ഭാഗവും നമ്മൾ ഞൊറിവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിലർ ആദ്യം ഞൊറിവിട്ടിട്ട് ഇതിലേക്ക് യോക്കിലേക്ക് വെച്ച് തയ്ക്കുന്നവരുണ്ട് കേട്ടോ. ഞാനങ്ങനല്ല. ഞാൻ രണ്ടും ഇതേലോട്ട് ചേർത്ത് വെച്ച് അങ്ങ് ഞൊറിവിട്ട് തയ്ക്കുകയാണ്. പിന്നീട് നമുക്ക് പതിച്ച് തയ്ച്ചു കൊടുക്കാം. ഒരു സ്റ്റിച്ച് അകത്ത് വേണമെങ്കിൽ ചെയ്യാം. ഒരു സ്റ്റിച്ച് വേണമെങ്കിൽ പുറമേക്ക് ചെയ്താലും മതി. ഞാൻ അകത്ത് തന്നെ 2 സ്റ്റിച്ച് ചെയ്യും. പിന്നെ പുറമേക്ക് 1 സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ 3 സ്റ്റിച്ചാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു പടി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് താഴ്ഭാഗത്ത് നമുക്ക് ആ ഒരു ഷേപ്പിന് കോണ് പോലെ മടക്കി വെച്ച് നമുക്ക് തയ്ച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിലും മടക്കി വയ്ക്കാം. ചിലർക്ക് കോണ് പോലെ വെക്കുമ്പോൾ അത് കറക്റ്റ് ആകാറില്ല, ചരിഞ്ഞ് വരും, ഭംഗിയില്ലാതെ. അപ്പോൾ ഭംഗിയില്ല എന്ന് തോന്നുവാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മടക്കി വെച്ചങ്ങ് തയ്ച്ചു കൊടുത്താൽ മതി. ഇതേപോലെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പടി ജസ്റ്റ് ഒന്ന് ഷോയ്ക്ക് വേണ്ടി വെച്ചാണ്. ഇവിടെ നമ്മൾ 1-2 ബട്ടൺ വെച്ച് കൊടുത്തു കഴിഞ്ഞ് നല്ല ഭംഗിയായിരിക്കും. അതല്ല ഇങ്ങനെ വയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കെട്ടുവള്ളി പോലെ നമ്മളിങ്ങനെ തയ്ച്ചു കൊടുക്കത്തില്ല. അപ്പോൾ നെക്കിൻ്റെ താഴെ ആ ഒരു ഇത് വെച്ച് കൊടുത്താലും മതി ഒരു ഷോയ്ക്ക്. പിന്നീട് വേണമെങ്കിൽ ലേസ് വെക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ആദ്യം ഞാൻ തയ്ച്ചപ്പോൾ ലോങ് സ്റ്റിച്ച് ചെയ്താണ് ഞാൻ മടക്കി തയ്ച്ചത്. അപ്പോൾ അതൊന്ന് ഞാൻ അഴിച്ച് മാറ്റുകയാണ് കേട്ടോ. അടുത്ത നമുക്ക് ക്രോസ് പീസ് തയ്ച്ചു കൊടുക്കാം. ബാക്ക് സൈഡിന് വേണ്ടിയിട്ടുള്ളതാണ്. ക്രോസ് പീസ് ഇതുപോലെ ഒരു പ്ലസ് ഷേപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ചരിച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും
പീസ് ഒരു 2-3 പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 പീസ് നമുക്ക് ചേർത്ത് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതൊന്ന് മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമുക്കിത് തയ്ച്ചു കൊടുക്കാം. ഒരുപാട് വലിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നെക്ക് മലന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വെച്ചങ്ങ് തയ്ച്ചു കൊടുത്താൽ മാത്രം മതി. ഇത്രയും നമ്മൾ തയ്ച്ചു. മിച്ചമുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ കട്ടിങ് ഇവിടെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ താഴ്ഭാഗത്തെ യോക്ക് നിങ്ങൾക്ക് പിടിപ്പിക്കാം. അതല്ലെങ്കിൽ ഷോൾഡർ ചെയ്തെടുക്കാം. ഷോൾഡർ നല്ല വശവും ഒരുപോലെ വെച്ചിട്ട് ഞാനൊരു പിൻ വെച്ചിട്ട് നല്ല ഫ്രണ്ട് ഭാഗത്തെ തുണി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കും കേട്ടോ. അപ്പോൾ ആ ഷോൾഡർ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതേപോലെ അടുത്തതും ഇതേപോലെ തന്നെ നല്ല വശവും ഒരുമിച്ച് വെക്കുക. ബാക്ക് സൈഡിൻ്റെ ക്രോസ് പീസ് ഫ്രണ്ട് സൈഡിൻ്റെ ബാക്കിലേക്ക് വെച്ച് കൊടുക്കുക. അതായത് ഒരു പൊതിഞ്ഞ രൂപത്തിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഫ്രണ്ട് സൈഡ് നമ്മൾ ബാക്ക് പീസ് കൊണ്ട് പൊതിയുകയാണ്. ഇത് നമ്മൾ തയ്ച്ചു. 2 സ്റ്റിച്ചാണ് നമ്മൾ എല്ലാ ഭാഗത്തും ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നിവർത്തിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒരുപാട് വലിക്കരുത്. വലിക്കാതെ തന്നെ ആ കറക്റ്റ് ആ നെക്കിൻ്റെ ഷേപ്പിൽ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ബാക്ക് നെക്ക് നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡ് പീസിൻ്റെ താഴ്ഭാഗം വെച്ച് കൊടുക്കാം. കറക്റ്റ് മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നടുക്കോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാലും മതി കേട്ടോ. കറക്റ്റ് നടുക്ക് ഭാഗം കണ്ടോ, അവിടെ ഇങ്ങനെ ഇത്രയും ചുരുക്ക് വരും. അത്രയും ചുരുക്ക് ഒരു വശത്ത് നമുക്ക് ഇട്ട് കൊടുക്കുക. കറക്റ്റ് നടുക്ക് ആണ് ഫുള്ള് ചുരുക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഫ്രണ്ട് ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. 2 വശത്തായിട്ട് ചെയ്യേണ്ടത്. മിഡിൽ ഭാഗത്ത് നമ്മൾ പടി വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിലാവുമ്പോൾ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ നടുക്ക് ഭാഗത്ത് തന്നെ ആ ചുരുക്ക് മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു 7-8 ചുരുക്ക് നമുക്ക് ആ ഭാഗത്ത് വരും. എന്നിട്ട് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തു. ഒരു സ്റ്റിച്ച് ചെയ്തു. വീണ്ടും നമുക്ക് ഒന്നുകൂടെ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ പതിച്ച് തയ്ച്ച് കൊടുത്താലും മതി കേട്ടോ. സമയമില്ല. നിങ്ങളിപ്പോൾ ഒരുപാട് നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കൊന്ന് തന്നെ ഒത്തിരി സമയം ഇരിക്കാനായിട്ട് ടൈം ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒന്ന് തയ്ച്ചിട്ട് പിന്നെ പതിച്ച് ഒന്നുകൂടെ തയ്ച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി അടുത്തത് സ്ലീവാണ്. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ ഞാനൊരു കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമുക്ക് ഈ എൻഡിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ കൈവണ്ണം എന്ന് പറഞ്ഞാൽ 7 ഇഞ്ചാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് അത്രയും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും വീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്കിത് റോങ് സൈഡിൽ വെച്ച് കൊടുക്കണം. സ്ലീവ് തിരിച്ചിട്ട് കൊടുക്കാം. റോങ് സൈഡിൽ ഇതിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം നമുക്ക് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇത് തയ്ച്ചെടുക്കാം. അതിനുശേഷം നല്ല വശത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കിയെടുക്കാം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടുതൽ നമ്മൾ സ്ലീവിന് ഇട്ടേക്കണം. അതല്ലെങ്കിൽ ഇതേപോലെ മടക്കിയാലും മതി. ഈ തുമ്പിലേക്ക് മടക്കിയിട്ട് നേരെ ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്താലും മതി. അങ്ങനെ ആകുമ്പോൾ സ്ലീവിന് തുമ്പ് വേണമെന്നില്ല. കറക്റ്റ് ആ അളവിന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കൈവണ്ണത്തിനേക്കാളും കുറച്ചുകൂടെ ഇത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം ഈ ബോർഡർ വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോഴത്തേക്കും പുറമേ കാണാനായിട്ട് വരും. വെച്ചേക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ സ്ലീവ് നമുക്ക് പിടിപ്പിക്കുന്നത് കറക്റ്റ് നടുക്കുന്ന് തന്നെ 2 വശത്തേക്കും നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. നമ്മളെല്ലാത്തിൻ്റെയും കുർത്തിയുടെയും എല്ലാത്തിൻ്റെയും നമ്മളെപ്പോഴും കാണിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് തയ്ച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ സ്ലീവ് വെച്ച് കഴിഞ്ഞു. സ്ലീവിൻ്റെ ഭാഗത്ത് ചിലർ പതിച്ച് തയ്ക്കാറുണ്ട്. നമ്മൾ ഓൾറെഡി 2 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് പതിച്ച് തയ്ക്കാവുന്നതാണ്. ഇതേപോലെ തുമ്പ് ഇങ്ങോട്ട് പുറത്തേക്ക് വെച്ചിട്ട് നമ്മൾ തയ്ക്കും. ഇവിടെ കണ്ടോ, 7 ഇഞ്ചിനേക്കാളും പുറത്തേക്ക് നമ്മൾ ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ നമ്മൾ 10-10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ താഴേക്ക് അടിക്കാം. പിന്നെ ഷേപ്പ് വേണം എന്ന് പറയുവാണെങ്കിൽ മാത്രം ഇടഭാഗത്ത് വേണമെങ്കിൽ വളച്ച് നമുക്ക് ഷേപ്പ് ചെയ്തൊക്കെ കൊടുക്കാവുന്നതാണ്. അത് കസ്റ്റമർ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്കത് റെഡിയാക്കി കൊടുക്കാം. ആം ഹോളിൻ്റെ അവിടെ നമുക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്യണം. 10, 10.5 ഓരോരുത്തരുടെ ലൂസ് അനുസരിച്ച്. ചിലർക്ക് നല്ല ഫിറ്റായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം നൈറ്റി, ചിലർക്ക് നല്ല ലൂസായിട്ടാണ് ഇഷ്ടം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ തുമ്പ് നമ്മൾ 2ആയിട്ട് മടക്കി തയ്ക്കുകയാണ്. ഇതുകൂടെ തയ്ച്ച് കഴിയുമ്പോൾ നമ്മുടെ നൈറ്റി റെഡിയാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ താഴ്ഭാഗം തയ്ച്ച് കഴിഞ്ഞു. ഇനി ബട്ടൺ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ വൈറ്റ് ബട്ടൺ നമുക്ക് വെക്കാം. പിന്നെ ലേസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ കളേഴ്സ് കിട്ടും ബട്ടൻ്റെ. ഇതിപ്പോൾ ബ്ലാക്കാണ്, പക്ഷേ ബ്ലാക്ക് ആകുമ്പോൾ അത് അങ്ങനെ എടുത്തറിയിക്കത്തില്ല. വൈറ്റാണ് കുറച്ചുകൂടി ഭംഗി. ചില തുണികൾക്ക് വേറെ കളർ ബട്ടൺസ് ഞാൻ വെക്കാറുണ്ട് കേട്ടോ, അത് നല്ല ഭംഗിയായിട്ട് തോന്നി. ഇതുപോലെ ഒരുപാട് കളർ കിട്ടും. ഏകദേശം ഒരു ഡസൻ ബട്ടണിന് 10 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഞാൻ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേതും ഞാൻ തയ്ച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. തിരിച്ചു വെച്ചുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് തയ്ച്ചത്. ഫസ്റ്റ് വീഡിയോ ഇട്ട ആ ദിവസം എനിക്കത് തയ്ക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നീട് അത് തയ്ച്ചപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ അതും കൂടെ ഇതിൻ്റെ കൂടെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പറൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ കാറ്റലോഗിൽ നോക്കി വാങ്ങാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.